നമസ്കാരം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഹോ അവസാന ലാപ്പിലേക്ക് കടക്കുകയാണ്. പ്രചാരണ ചൂട് എന്താ പറയുക, അതിൻ്റെ ഏറ്റവും മുകളിലാണിപ്പോൾ. ശരിയാണ്. ഭയങ്കര വാശിയേറിയ ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട്. അതെ, ഈ അവസാന ദിവസങ്ങളിൽ എന്തൊക്കെയാണ് പ്രധാന നീക്കങ്ങൾ, തന്ത്രങ്ങൾ, നമുക്ക് ഒന്ന് നോക്കാം. ഉം, നിങ്ങൾക്ക് കിട്ടിയ വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ എന്തായിരിക്കും ഈ രാഷ്ട്രീയ പോരാട്ടത്തിന്റെ ഒരു ഗതി നിർണ്ണയിക്കാൻ പോകുന്നത്? അതാണ് നമ്മൾ ഇന്ന് പ്രധാനമായും സംസാരിക്കുന്നത്. ശരിയാണ്. ഇനിയിപ്പോ ആകെ 6 ദിവസല്ലേ ബാക്കിയുള്ളൂ. അതെ, വെറും 6 ദിവസം. അപ്പം മുന്നണികളെല്ലാം അവസാനവട്ട ഓട്ടത്തിലാണ്. ശരിക്കും പറഞ്ഞാൽ ലോകത്തുള്ള മലയാളികൾക്ക് വിവരങ്ങളൊക്കെ അറിയാൻ വേണ്ടി കേരള പഞ്ചായത്ത് ഇലക്ഷൻ 2025.online എന്നൊരു വെബ്സൈറ്റും അവരൊരുക്കിയിട്ടുണ്ട്. അത് ശ്രദ്ധിച്ചിരുന്നു. അവിടെ അഭിപ്രായങ്ങൾ പറയാനും ഒരു അവസരമുണ്ട്. പക്ഷേ എന്താ പറയുക, ഇത്തരം ഓൺലൈൻ സംവിധാനങ്ങൾക്ക് വിവരം തരുന്നതിനപ്പുറം വോട്ടിനെ സ്വാധീനിക്കാൻ പറ്റുമോ? പ്രത്യേകിച്ച് പ്രവാസി വോട്ടുകളെയൊക്കെ? അതൊരു ചോദ്യമാണ്. അതൊരു വിഷയമാണ്. എന്നാലും വിവരങ്ങൾ അറിയാൻ ഉപകാരപ്പെടും. ഇപ്പോൾ നമ്മൾ കാണുന്നത് പ്രചാരണം നേരിട്ട് വീടുകളിലേക്ക്, കുടുംബങ്ങളിലേക്ക് എത്തുന്നു എന്നതാണ്. അതെ അല്ലേ? അതെ. കുടുംബയോഗങ്ങൾ വളരെ പ്രധാനമായി മാറിയിട്ടുണ്ട്. UDF ആണെങ്കിൽ MLA-മാർക്ക് പഞ്ചായത്ത് തലത്തിൽ തന്നെ ഡ്യൂട്ടി കൊടുത്ത് താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്നു. LDF ആകട്ടെ മന്ത്രിമാരെ തന്നെ നേരിട്ട് വീടുകളിലേക്ക് വിടുകയാണ് വോട്ട് ചോദിക്കാൻ. അത് വോട്ടർമാരുമായി ഒരു പേഴ്സണൽ കണക്ഷൻ ഉണ്ടാക്കാനാണ്. നേതാക്കളെ അടുത്ത് കാണാൻ കിട്ടുന്നത് എന്തായാലും ആളുകൾക്കൊരു താല്പര്യമുണ്ടാവും. അതെ. PV അൻവറിന്റെ കാര്യം നോക്കിയാലോ, പുള്ളി ഡിജിറ്റൽ സ്ക്രീനുകളുള്ള വാഹനങ്ങളൊക്കെയായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഈ വ്യത്യസ്തമായ രീതികൾ എങ്ങനെയായിരിക്കും വോട്ടർമാരെ സ്വാധീനിക്കുക? തീർച്ചയായും ഓരോന്നിനും അതിൻ്റേതായ ലക്ഷ്യങ്ങളുണ്ട്. ഈ നേതാക്കൾ നേരിട്ടെത്തുന്നത്, അതായത് അതൊരു വ്യക്തിപരമായ ബന്ധമുണ്ടാക്കാനും ലാസ്റ്റ് മിനിറ്റിൽ വോട്ട് ഉറപ്പിക്കാനുമൊക്കെയാണ്. ശരി ശരി. ഡിജിറ്റൽ സ്ക്രീനുകൾ ഒരുപക്ഷെ ചെറുപ്പക്കാരെ, യുവ വോട്ടർമാരെ ആകർഷിക്കാനാവാം. പിന്നെ ഈ പരമ്പരാഗത രീതികളിൽ താൽപ്പര്യമില്ലാത്ത കുറച്ചു പേരുണ്ടാകുമല്ലോ, അവരെയും ആവാം. അതേസമയം NDA-യും SDPI സ്ഥാനാർത്ഥികളും അവരുടെ ശക്തികേന്ദ്രങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നുണ്ട്, വോട്ടൊലിച്ചു പോകാതെ പിടിച്ചു നിർത്താൻ. ഓക്കെ. അതിന്റെ കൂടെ തന്നെ ഈ വെൽഫെയർ പാർട്ടി PDP പിന്തുണയുടെ കാര്യം അതും ചർച്ചകളിൽ വരുന്നുണ്ട്. കാരണം ചെറിയ ഗ്രൂപ്പുകളാണെങ്കിലും ചിലപ്പോൾ അവരുടെ നിലപാട് ഫലത്തെ സ്വാധീനിച്ചേക്കാം. അതാണ് അതിന്റെ പ്രാധാന്യം. ശരിയാണ്. അപ്പോൾ ഈ താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോൾ മറുവശത്ത് വലിയ നേതാക്കൾ വരുന്നു, അല്ലേ? അതിന്റെ ഒരു ഇമ്പാക്റ്റ് എന്തായിരിക്കും? അതെ. UDF-നു വേണ്ടി പ്രിയങ്ക ഗാന്ധി വെള്ളിയാഴ്ച നിലമ്പൂരിലെത്തുമെന്ന് കേൾക്കുന്നു. ഒരു റോഡ് ഷോയൊക്കെ ഉണ്ടാവുമോ? സാധ്യതയുണ്ട്. പ്രമുഖ നേതാക്കൾ വരുന്നത് പ്രവർത്തകർക്ക് ഭയങ്കര ആവേശമാണ്. അതുമാത്രമല്ല, മീഡിയ അറ്റൻഷനും കിട്ടും. അത് പ്രധാനമാണല്ലോ. പ്രിയങ്ക ഗാന്ധിയുടെ വരവ് ഒരുപക്ഷെ സ്ത്രീ വോട്ടർമാരെ ലക്ഷ്യം വെച്ചുള്ളതാകാം. പിന്നെ പൊതുവെ UDF അണികളെ ഒന്ന് ഉഷാറാക്കാനും. മുഖ്യമന്ത്രിയുടെ കാര്യം നോക്കിയാൽ പിണറായി വിജയൻ 13 മുതൽ 15 വരെ വിവിധ റാലികളിൽ പങ്കെടുക്കുന്നുണ്ട്. ചുങ്കത്തറ, മുത്തേടം, വഴിക്കടവ്, എടക്കര, അങ്ങനെ പലയിടത്തും. അപ്പോ LDF ഒട്ടും പിന്നിലല്ല. അല്ല. ഇത് LDF-ന്റെ ഒരു ഓർഗനൈസേഷണൽ സ്ട്രെങ്ത് കാണിക്കാനും പാർട്ടി വോട്ടുകൾ മുഴുവനായിട്ട് പോൾ ചെയ്യിക്കാനും കൂടിയാണ്. ഓക്കേ. അതിന്റെ കൂടെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷുണ്ട്. പിന്നെ BJP നേതാക്കളായ കുമ്മനം രാജശേഖരൻ, CK പത്മനാഭൻ, അൽഫോൺസ് കണ്ണന്താനം. എല്ലാവരും ഇറങ്ങുന്നുണ്ട്. അതെ. PV അൻവറിനായിട്ട് യൂസഫ് പഠാൻ വരുന്നു എന്നും കേൾക്കുന്നു, ക്രിക്കറ്റ് താരം. അപ്പൊ ശരിക്കും ഒരു താരപ്പകിറ്റും കൂടിയുണ്ട് ഈ അവസാന ലാപ്പില്. ഉണ്ട്. ഇത് കാണിക്കുന്നത് മത്സരം എത്ര കടുത്തതാണെന്നാണ്. ഈ രാഷ്ട്രീയ ബഹളങ്ങൾക്കിടയിൽ പുറത്തുനിന്നുള്ള ചില അഭിപ്രായങ്ങളും ശ്രദ്ധ നേടുന്നുണ്ടല്ലോ. ഉണ്ട്. അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ, പരിസ്ഥിതി പ്രവർത്തകനാണല്ലോ അദ്ദേഹം, LDF സ്ഥാനാർത്ഥി M സ്വരാജിനെക്കുറിച്ച് ഫേസ്ബുക്കിൽ എഴുതിയൊരു കുറിപ്പ് കണ്ടിരുന്നു. അത് ശ്രദ്ധേയമായിരുന്നു. സ്വരാജ് നിയമസഭയിൽ ഉണ്ടാകേണ്ട ആളാണെന്നും അദ്ദേഹത്തിന്റെ പ്രകടനം മികച്ചതാണെന്നും തന്റെ അഭാവം നിയമസഭയ്ക്ക് നഷ്ടമാണെന്നുമൊക്കെയാണ് പറയുന്നത്. വോട്ടുണ്ടായിരുന്നെങ്കിൽ സ്വരാജിന് ചെയ്യുമായിരുന്നുവെന്നും പറയുന്നു. ഇത് വ്യക്തിപരമായ അഭിപ്രായമാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്നാലും ഇത്തരം അഭിപ്രായങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്വാധീനം ചെലുത്താൻ പറ്റുമോ? ഒരു ചെറിയ ചലനമെങ്കിലും ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഈ രാഷ്ട്രീയമായിട്ട് ഒരു ഭാഗത്ത് നിൽക്കാത്ത, നിഷ്പക്ഷരെന്ന് കരുതുന്ന വോട്ടർമാരുണ്ടാവുമല്ലോ. ഉണ്ടാവും. അവർക്കിടയിൽ ഒരു സ്ഥാനാർത്ഥിയുടെ വ്യക്തിപരമായ കഴിവ്, നിയമസഭയിലെ പ്രകടനം, ഇതിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ചിന്ത വരാൻ ഇത് ചിലപ്പോൾ സഹായിച്ചേക്കാം. ശരിയാണ്. പിന്നെ അദ്ദേഹം പറയുന്നത് 22 വർഷത്തെ നിയമസഭാ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നാണ്. അത് ആ അഭിപ്രായത്തിനൊരു
ഒരു ഗ്ലൗബ്രൂഡിഷ്കൈറ്റ്, ഒരു വിശ്വാസ്യത കൊടുക്കുന്നുണ്ട്. അതെ അതെ. ഇത് ചിലപ്പോൾ സ്ഥാനാർത്ഥിയുടെ ക്വാളിറ്റിയെക്കുറിച്ചുള്ളൊരു ചർച്ചയ്ക്ക് തുടക്കമിട്ടേക്കാം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നിലമ്പൂരിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. അവസാന നിമിഷം വരെ കുടുംബയോഗം, ദേശീയ നേതാക്കളുടെ റാലി, ഡിജിറ്റൽ പ്രചാരണം, പുറത്തുനിന്നുള്ള അഭിപ്രായങ്ങൾ എല്ലാം സജീവമാണ്. അതെ, എല്ലാ മുന്നണികൾക്കും അറിയാം ഓരോ വോട്ടും എത്ര പ്രധാനപ്പെട്ടതാണെന്ന്. ഈ ഉപതെരഞ്ഞെടുപ്പിന് പാർട്ടികൾ കൊടുക്കുന്നൊരു പ്രാധാന്യം ഇതിൽ നിന്നെല്ലാം വ്യക്തമാണ്. തീർച്ചയായും ഓരോ നീക്കവും വളരെ സൂക്ഷിച്ചാണ് നടത്തുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആലോചിക്കാൻ ഒരു ചോദ്യം കൂടി തരാം. ചോദിക്കൂ. ഈ അവസാന ദിവസങ്ങളിൽ ഇത്രയധികം കാര്യങ്ങൾ നടക്കുമ്പോൾ നേതാക്കളുടെ വരവ്, വാഗ്ദാനങ്ങൾ, വ്യക്തിപരമായ ബന്ധങ്ങൾ, പുറത്തുനിന്നുള്ള അഭിപ്രായങ്ങൾ, രാഷ്ട്രീയ ആരോപണങ്ങൾ, ഇതിലെല്ലാം വെച്ച് ഇതുവരെ തീരുമാനമെടുക്കാത്ത വോട്ടർ ഉണ്ടാവുമല്ലോ. ഉണ്ടാവാം. അവരെ